സാർ നമസ്കാരം. നമസ്കാരം. ശക്തമായ പിണറായി വിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിൽ, ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിന്ന സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് വലിയ തോൽവി ഉണ്ടാകും എന്നാണ് മാധ്യമങ്ങളെല്ലാം പല സർവേകളിലായി റിപ്പോർട്ട് ചെയ്തിരുന്നത്, പല രാഷ്ട്രീയ നിരീക്ഷകരും സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ 77 സീറ്റ് കിട്ടി CPM വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് ആദ്യ ഘട്ടത്തിലെല്ലാം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറഞ്ഞത്. പിന്നീട് സംസ്ഥാന സമിതി ചേർന്ന് കഴിഞ്ഞപ്പോൾ അത് 85 87 ആകാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസമില്ലായ്മ MV ഗോവിന്ദന്റെ വാക്കുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു, വീണ്ടും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്രമാതീതമായ ഒരു സീറ്റ് വർധന അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മൂന്നാം ഭരണത്തിലേക്ക് 3.0 ആവർത്തിക്കും എന്ന് പറയുമ്പോൾ ഇപ്പോൾ 77 സീറ്റിലേക്ക് വരെ MV ഗോവിന്ദൻ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് അവിടെ കാണുന്നുണ്ട്. മാത്രമല്ല, ഈ 2026 തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും MV ഗോവിന്ദൻ CPM എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ മാധ്യമങ്ങളെ കാണാൻ പാടില്ല എന്ന് പിണറായി വിജയനും വിലക്കിയിട്ടുണ്ടായിരുന്നു. കിട്ടാവുന്ന സീറ്റ് കൂടി ഒരുപക്ഷെ നഷ്ടപ്പെടും എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും പിണറായി വിജയൻ അത്രത്തോളം ഒരു നീക്കം നടത്തിയത്. എൻ്റെ ചോദ്യം ഇതല്ല. അമ്പലപ്പുഴയിൽ G സുധാകരനടക്കം, തളിപ്പറമ്പിൽ TK ഗോവിന്ദനടക്കം പാർട്ടിയുമായി 63-60 വർഷം സഹവർത്തിത്വമുള്ള ഈ വലിയ നേതാക്കൾ പാർട്ടി വിട്ട് പുറത്തു വന്ന് UDF-ന്റെ പാളയത്തിൽ നിന്നുകൊണ്ട് CPM-നെതിരെ മത്സരിക്കുകയുണ്ടായി. ഇനി CPM-ന് ഒരു പരാജയം നേരിടേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ ഈറ്റില്ലം എന്ന് പറയുന്ന കണ്ണൂരിലും ആലപ്പുഴയിലുമെല്ലാം CPM-ന്റെ ഗതി എന്തായിരിക്കും, കേരളത്തിൽ CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരവസ്ഥ എന്തായിരിക്കും എന്നാണ് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്. അതായത് ഒരു ചങ്ങല പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതുവരെ കോർത്തിണക്കിയ സംഭവങ്ങളെല്ലാം കൂടി പൊട്ടിത്തെറിക്കും. അതേപോലെയാണ് ഇപ്പോൾ CPM-ന്റെ സ്ഥിതി. വലിയ ബണ്ട് കെട്ടിയ ശേഷം ഒരു തുള വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിൻ്റെ ഒരു ജലപ്രവാഹം ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിത്തകർന്ന് ഇല്ലാതാകുന്ന പോലെയാണ് CPM-ന്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഈ ഇലക്ഷനിൽ, വരാൻ പോകുന്ന ഇലക്ഷനിൽ റിസൾട്ട് വരുന്നത് പുറത്തു വന്ന CPM-ന്റെ റിപ്പോർട്ടിൻ്റെ ഉള്ളിലുള്ള വിവരപ്രകാരം, ഇന്ത്യ ലൈൻസ് റിപ്പോർട്ട് പ്രകാരം, കേന്ദ്രത്തിൽ നിന്നുള്ള നാഷണൽ ആയിട്ടുള്ള ചാനലുകളുടെ റിപ്പോർട്ട് പ്രകാരവും UDF 88 സീറ്റിൽ മേതെ ചിലപ്പോൾ 110-115 സീറ്റിലേക്ക് ഉയരാം എന്നുള്ളതാണ് CPM-ന്റെ ഏറ്റവും പുതിയ സർവേൻ്റെ. അതിലുള്ള CPM-ന്റെ ഒരു നേതാവ് എനിക്ക് തന്ന പ്രകാരം 107-108 സീറ്റാണ് പ്രവചിക്കുന്നത്. അതേസമയത്ത് BJP-ക്ക് 3 സീറ്റുകൾ കിട്ടാമെന്നുള്ള പ്രവചനവുമുണ്ട്. അതിലപ്പുറത്തേക്ക് CPM-ഉം LDF-ലെ മറ്റു കക്ഷികളെല്ലാം കൂടി ആണ് ബാക്കി 29 സീറ്റ് ഇട്ട് 49 വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു അറിവും വിവരവും വെച്ചിട്ട് ചിലപ്പോൾ 140 സീറ്റിലും UDF മുന്നേറി പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പിണറായി വിരുദ്ധ തരംഗമാണ്. പിണറായി വിജയനോടുള്ള CPM അണികളുടെ അടക്കമുള്ള ഒരു വലിയ എതിർപ്പ് അവർ വോട്ടെടുപ്പിലൂടെ കാണിക്കണം. UDF-നോടുള്ള അനുകൂല തരംഗമല്ല, LDF-നോടും പിണറായി വിജയനോടുള്ള എതിർപ്പാണ് അവർ വോട്ടിലൂടെ കാണിക്കാൻ പോകുന്നത്. അത്തരം സന്ദർഭത്തിൽ CPM എന്നുള്ള പ്രസ്ഥാനം അവർ വിചാരിക്കുന്നത് നശിച്ചു പോകരുത്, പ്രതിപക്ഷത്ത് വന്നിട്ട് ഈ പിണറായി വിജയന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയെ രക്ഷിക്കണമെങ്കിൽ അത് പ്രതിപക്ഷത്ത് വരണം, അല്ലെങ്കിൽ പാർട്ടി ഹൈജാക്ക് ചെയ്ത് പിണറായി വിജയൻ അതിനെ പൂർണ്ണമായി നശിപ്പിക്കും, അല്ലെങ്കിൽ BJP-യുടെ തടവറയിൽ കൊണ്ടിടും എന്നുള്ള കാര്യമാണ് അവരെ വല്ലാതെ അലട്ടുന്നത്. കാരണം ഇന്നും ഇന്നലെയും തുടങ്ങിയ പാർട്ടിയല്ലല്ലോ. പക്ഷെ ഈ ഭരണം കൈ കിട്ടിയില്ലെങ്കിൽ ആ പാർട്ടിയെ നയിക്കാൻ ആര് എന്നുള്ളതാണ് പിന്നീടുള്ള പ്രശ്നം. ഭരണം കിട്ടാതെ വരികയും തീരെ മോശമായ രീതിയിൽ തകരുകയും ചെയ്താൽ പിന്നെ പാർട്ടിയെ നയിക്കാൻ രണ്ടാമത്തെ ആൾ ആരാണ് ഇപ്പോഴുള്ളത്? അങ്ങനെ ഒരു നേതാവ് ഇന്ന് കേരളത്തിൽ പിണറായി വിജയൻ വളർത്താൻ സമ്മതിച്ചിട്ടില്ല. പിണറായി വിജയൻ ആണെങ്കിൽ ആ നേതൃത്വത്തെ വരുകയില്ല. കാരണം അദ്ദേഹത്തെ അറിയാത്ത പാട് ഇവിടുന്ന് സ്ഥലം വിടാനാണ് സാധ്യത. പിന്നെ മുഹമ്മദ് റിയാസിനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ പിണറായി വിജയന് ഭരണമുണ്ടെങ്കിൽ മാത്രമാണ് മുഹമ്മദ് റിയാസിനെ ആരെങ്കിലും അംഗീകരിക്കുക എന്നുള്ള സത്യമുള്ളത്. അല്ലെങ്കിൽ ആരാണ് മുഹമ്മദ് റിയാസിനെ അംഗീകരിക്കാനുള്ളത്? മുഹമ്മദ് റിയാസിനേക്കാൾ വളരെ സീനിയോറിറ്റിയുള്ള നേതാക്കൾ ആ പാർട്ടിയിലുള്ളപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് ഭരണവും പാർട്ടിയുടെ അധികാരങ്ങളും ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ അത് അസംഭവിക്കും. ഭരണം കിട്ടുക എന്നുള്ളതല്ല, ഭരണം കിട്ടാതെ വരാനുള്ള സാഹചര്യമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. അതെ, അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ സാരഥ്യം മുഹമ്മദ് റിയാസിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത വളരെ ചുരുക്കമല്ലേ? അപ്പൊ മുഹമ്മദ് റിയാസിനെ ഏൽപ്പിക്കുക നടക്കാത്ത കാര്യമാണ്. ഭരണം
ഭരണം കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പിണറായി വിജയന് ഘട്ടം ഘട്ടമായി മുഹമ്മദ് റിയാസിലേക്ക് കൊണ്ട് ആ ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പേടിപ്പിച്ചിട്ടൊക്കെ നിർത്താൻ പറ്റും. ഭരണമില്ലെങ്കിൽ പിണറായി വിജയൻ ആ സ്ഥാനം വഹിക്കാൻ തയ്യാറാവില്ല. കാരണം അവിടെ ഇന്നലെ വരെ മുഖ്യമന്ത്രിയായി 10 വർഷം 41 വണ്ടി കാറിൽ പോയിട്ടുള്ള പിണറായി വിജയന് അതിലും താഴ്ന്ന ലെവലിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അദ്ദേഹം കോടാനുകോടി രൂപ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിദേശത്ത് പോയാൽ പോലും 7 സ്റ്റാർ ഹോട്ടലിൽ ഒരു ഫ്ലോർ മുഴുവൻ ബുക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നാണ് അവിടെ നിന്നുള്ള ചില ആളുകൾ എന്നോട് വിളിച്ചു പറഞ്ഞത്. അതിനർത്ഥം അവിടെ ആ ഫ്ലോറിൽ വേറെ ആരും വരാൻ പാടില്ല. അപ്പൊ അവിടെ വന്നിട്ട് പല ബിസിനസ് കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടുത്തെ പാർട്ടി കാര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് കാര്യങ്ങളോ ജനങ്ങളെ കാര്യമല്ല പിണറായി വിജയൻ ചർച്ച ചെയ്യുന്നത്. ഈ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ ആ ലെവലിൽ പോകുമ്പോൾ താഴേക്കടയുള്ള രണ്ടാം നിര നേതാക്കന്മാരെയൊക്കെ വെട്ടിമാറ്റി തന്റെ ചൊൽപ്പടിയിലുള്ള ചില നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോഴുള്ളത്. എല്ലാവരും വെട്ടിമാറ്റി മുഹമ്മദ് റിയാസും പിണറായി വിജയനും മാത്രമാണ് മുന്നിലുള്ളത്. അപ്പൊ ആ അവസ്ഥയിൽ തോറ്റു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിനെ എന്തായാലും അംഗീകരിക്കില്ല. പിന്നെ പാർട്ടിയെ നയിക്കാനുള്ള കെൽപ്പുള്ള കോർത്തിണക്കാനുള്ള ഒരു നേതാവും CPM-ൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈ സന്ദർഭത്തിൽ പാരലായിട്ട് CPM-നുള്ളിൽ പഴയ VS-ന്റെ ഓടൊപ്പമുള്ള ആളുകളോ സമാന ചിന്താഗതിയുള്ള ആളുകളോ വേറൊരു പാർട്ടിയിലേക്ക് പോവുകയോ വേറൊരു പാർട്ടി രൂപീകരിക്കുകയോ ചെയ്യാനാണ് സാധ്യത. അത്തരം സന്ദർഭം പാർട്ടി പിളരും. പിന്നീട് പാർട്ടി ഒറ്റക്കെട്ടായി കൊണ്ടുനടക്കാൻ പ്രയാസമാണ്. അത് തകർന്ന് തരിപ്പണമാകും. നമുക്കറിയാം, ഒരു ഭാഗം BJP-യിലേക്ക് ഒഴുകും, ഒരു ഭാഗം കോൺഗ്രസിലേക്ക് പോകും, ഒരു ഭാഗം വേറെ പാർട്ടിയായി മാറും, വേറൊരു ഭാഗം പഴയ കുറച്ച് ആളുകൾ ആ സ്നേഹമുള്ള ആൾക്കാർ എന്താവട്ടെ CPM-ആയി ഇങ്ങനെ കഴിഞ്ഞുകൂടും. അതോടുകൂടി ത്രിപുരയിലും ബംഗാളിലും തകർന്ന മാതിരി കേരളത്തിൽ CPM തകർന്നടി. അതിൻ്റെ ഇടയിൽ BJP എന്ത് ചെയ്യും? ഈ ഉപകാരമില്ലാത്ത ആൾക്കാരെയും കൊണ്ട് തലയിൽ കെറ്റിക്കൊണ്ട് നടക്കണ്ട എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനും പിടിച്ച് അകത്താക്കുന്നതോട് കൂടിയിട്ട് ഈ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള പതനമായിരിക്കും കാണുക. കാരണം കള്ളപ്പണത്തെക്കുറിച്ചും തട്ടിപ്പിനെ കുറിച്ചുമുള്ള കൃത്യമായ രേഖകൾ കൈവശമുള്ള കേന്ദ്രത്തിനുണ്ടോ? പിണറായി ഇതിനെ പിടിച്ച് അകത്താക്കാൻ വലിയ ബുദ്ധിമുട്ട്. കാരണം CPM-നെതിരെ ശക്തമായി നീങ്ങുമ്പോൾ CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെ BJP-യിലേക്ക് ആളെ കിട്ടും എന്ന് മനസ്സിലാക്കുന്ന കേന്ദ്ര BJP നേതൃത്വം, അമിത്ഷായും അതേപോലെ നരേന്ദ്രമോദിയും പിണറായിനെ തന്നെയോ മകളെ തന്നെയോ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടി പൊട്ടിത്തകരുന്നതും അതോടൊപ്പം അവരിലുള്ള അണികൾ ഒന്നിച്ച് BJP-ക്ക് പോകുന്ന ഒരു കാൽക്കുലേഷൻ കൂടി അവർ നീങ്ങും. അപ്പൊ അതോടുകൂടിയിട്ട് അതിന്റെ സമ്പൂർണമായ ഒരു പരാജയമായിരിക്കും CPM-ന് ഉണ്ടാകുക. ബംഗാളിനെക്കാട്ടും ത്രിപുരയെക്കാട്ടും തകർന്നടിഞ്ഞു. സോവിയറ്റ് യൂണിയനിലും റുമേനിയയിലും കിഴക്കൻ ജർമ്മനിയിലും ഒക്കെ തകർന്നടിഞ്ഞ പോലെ എല്ലാ കാലത്തേക്കുമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ആയാലും CPM ആയാലും അതിന്റെ അന്ത്യം കുറിക്കും എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത്. അതായത് കമ്മ്യൂണിസം രൂപം കൊണ്ട വിദേശ രാജ്യങ്ങളിലെല്ലാം ആ രാജ്യങ്ങളിൽ ഈ പാർട്ടി ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നതുപോലെ തന്നെ കേരളത്തിലും CPM സമാന രീതിയിലേക്ക് മാറും എന്നാണ് സാർ പറയുന്നത്. അതായത് സ്റ്റാലിൻ എങ്ങനെയാണോ പാർട്ടിയെ കൊണ്ടുപോയിട്ട് അതിന്റെ രണ്ടാം ഘട്ട നേതാക്കന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് കൂട്ടക്കള ചെയ്ത്, അതുപോലെ അതിനേക്കാൾ ഭീകരമായിരുന്നല്ലോ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷം. എല്ലാവരും വെട്ടിമാറ്റി കൊന്നില്ല എന്നേ ഉള്ളൂ. പലരെയും കൊന്നിട്ടുണ്ടാകാം, നമുക്കറിയില്ല. അങ്ങനെ പാർട്ടിയിലെ ജനങ്ങൾ അതിൽ നിന്ന് അകന്നു. രണ്ടാം തര നേതാക്കന്മാർ പോയി, യാതൊരു ബന്ധവുമില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന കുറെ ആളുകളെ MLA-മാരായി കുറെ ആൾക്കാരെ നിലനിർത്തി. അല്ല, എല്ലാവരും ഇപ്പൊ നോക്കൂ, ഞാൻ ഇടപെട്ട് സംസാരിച്ചതല്ല. ഇപ്പോൾ തലമുതിർന്ന സീനിയർ നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് CPM-ൽ പറയാവുന്ന തോമസ് ഐസക്, ശൈലജ ടീച്ചർ, PK ശ്രീമതി ടീച്ചർ, EP ജയരാജന്മാർ 3 പേരും അതുപോലുള്ള ആളുകൾ എല്ലാവരും തീർത്തും അപ്രസക്തരായി നിൽക്കുന്നൊരവസ്ഥയാണ്. സുധാകരൻ നേരത്തെ വെട്ടി. ഇവര് ഇപ്പോൾ സുധാകരനാകട്ടെ അല്ലെങ്കിൽ TK ഗോവിന്ദനാവട്ടെ പാർലമെന്ററി മോഹം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്ന് CPM ഉണ്ടാക്കിയ ഒരു നറേഷൻ. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. ഇപ്പോൾ CPM-നകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പിണറായിസം എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ CPM-നെ മുച്ചൂടും മുടിപ്പിക്കും. ബംഗാളിലും ത്രിപുരയിലും ഒക്കെ ഉണ്ടായ പോലെ CPM നാമാവശേഷമാകും എന്നുള്ളതിന്റെ സൂചന നൽകിക്കൊണ്ട് തന്നെയല്ലേ TK ഗോവിന്ദനും സുധാകരനും എല്ലാം പാർട്ടി വിട്ട് പുറത്തു. അല്ല, തീർച്ചയായിട്ടും അവര് ആ ചാടിയിരിക്കുന്ന അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ അടുത്തിട്ടുള്ള ജനങ്ങളുമായുള്ള നേതാക്കന്മാരാണ് ചാടിപ്പോയിരിക്കുന്നത്. ഇതുപോലുള്ള നേതാക്കന്മാർ ചിലപ്പോൾ ഭരണം കഴിഞ്ഞ് UDF ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ ഇവരുടെ കൂടെയും ചേരും. കാരണം സമാന ചിന്താഗതിയുള്ള മുമ്പത്തെ VS-ന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ അത് ശക്തരായ ജനപിന്തുണയുള്ള ആൾക്കാരാണ്. അവരെല്ലാവരും തന്നെ ഒരു പരിധി വരെ ആ പാർട്ടി നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലുള്ള സുധാകരന്റെയും അതേപോലെ TK ഗോവിന്ദന്റെയും V കുഞ്ഞികൃഷ്ണന്റെയും സുരേഷിന്റെയും കൂടിയൊക്കെ കൊണ്ട് ഇറങ്ങും.
അതോടൊപ്പം ഉണ്ടാകാൻ പോണത് മറ്റു ഇതേപോലുള്ള കലബല കൂടുന്ന ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ധാരാളം നേതാക്കന്മാരുണ്ട്. അവർ പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടി സകല തന്ത്രങ്ങളും പ്രയോഗിക്കും. അവര് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി BJP-യിൽ കയറുകയും ചെയ്യും. BJP-യിൽ കയറുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കട്ടുമുടിച്ചിട്ടുള്ള ആയിരക്കണക്കിന് നേതാക്കന്മാർ പിണറായി വിജയന്റെ ഗുണ്ടാ മാഫിയ ഗ്യാങ്ങിലുണ്ട്. അവര് എവിടുന്ന് വിട്ടിട്ട് നേരെ എവിടേക്ക് പോകും? BJP-യിലേക്ക് പോകും. അങ്ങനെ ഒരു പരിധി പറഞ്ഞാൽ ബംഗാളിലും ത്രിപുരയിലും ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു സീറ്റ് പോലും പിടിച്ചെടുക്കാൻ കഴിവില്ലാത്ത CPM ആണ് ഉള്ളത്. 294 സീറ്റുള്ള ബംഗാളിൽ 200, 225, 230, 240 സീറ്റ് വരെ നേടിയിട്ടുണ്ട് അവിടെ ഇടതുപക്ഷ മുന്നണി. 195, 200 വരെ സീറ്റുകൾ വരെ CPM തന്നെ നേടിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഒറ്റ സീറ്റും ഇല്ല. ഇതിനേക്കാൾ കഷ്ടമായിരിക്കും കേരളത്തിലെ സ്ഥിതി എന്നുള്ളതായിരിക്കും സത്യം. കാരണം പിണറായി വിജയൻ പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് അതിന്റെ ഘടനാപരമായ മാറ്റം വരുത്തി തന്റെ കീഴിൽ നിൽക്കുന്ന കുറെ നേതാക്കന്മാരെ മാത്രം കൂടെ നിർത്തി ബാക്കി എല്ലാവരെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ വെട്ടി നിർത്തി. കാരണം ഈ പാർട്ടിയെ നയിക്കാൻ കഴിവുള്ള നേതാക്കന്മാരെ എല്ലാം തന്നെ വെട്ടിമാറ്റി ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ ഇത്തരം സന്ദർഭത്തിൽ മാനേജ് ചെയ്യാനോ നിയന്ത്രിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. പ്രത്യേകിച്ചും BJP ഗവൺമെന്റ് പിണറായി വിജയനെ കൊണ്ട് ഗുണമില്ല എന്ന് കണ്ടാൽ പിണറായി വിജയനെ മകനെയും മകളെയും ഭാര്യയെയും പിണറായി വിജയനെയും അതുപോലെയുള്ള നേതാക്കന്മാരെയൊക്കെ ഓരോരുത്തരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമെന്നുള്ള യാതൊരു സംശയം വേണ്ട. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം CPM എന്ന് ആളുകളെ കിട്ടണമെങ്കിൽ ഇവരെക്കെതിരെ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആളെ കിട്ടുന്നവർ കണക്കൂട്ടും. അതാണ് സത്യം താനും. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നതിനെക്കാട്ട് അപ്പുറമുള്ള ഒരു പൊട്ടിത്തെറിയും തകർച്ചയും അതേപോലെ CPM എന്നുള്ള പ്രസ്ഥാനം പൂർണ്ണമായും ഇല്ലാതാവുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഒരിക്കലും മാനേജ് ചെയ്യാൻ ആർക്കും കഴിയാവുന്ന സിറ്റുവേഷൻ അല്ല. ആ രൂപത്തിലല്ല പിണറായി വിജയൻ ആ പാർട്ടിയെ കൊണ്ടിറങ്ങുന്നത്. പിണറായി വിജയൻ ഭരണത്തിൽ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകും. അദ്ദേഹം ഉള്ള കാലത്തോളത്തോളം അദ്ദേഹം നീങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അധികാരമില്ലാതാവുകയോ അദ്ദേഹം ഇതേപോലെ അവസ്ഥ വരികയോ ചെയ്താൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ചെറുതൊന്നുമില്ല. നമ്മൾ കാണുന്നതിനേക്കാൾ അപ്പുറമുള്ള ഭീകരാവസ്ഥയാണ് CPM-നെ നേരിടാൻ പോകുന്നത്. പണ്ടൊക്കെ ഈ രാജാക്കന്മാര് മരണപ്പെട്ടു കഴിയുമ്പോൾ നാട് നീങ്ങി എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഭരണം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം നാട് നീങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സാറും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായിരിക്കും പരിണിത ഫലം? എന്തായാലും ഒരു കാര്യം ഞാൻ തീർത്ത് പറഞ്ഞുതരാം. 2005 ഫെബ്രുവരി മാസത്തിൽ ഞാൻ കൊണ്ടുവന്ന ലാവ്ലിൻ കേസിലൂടെയാണ് പിണറായി വിജയനെയുള്ള കൃത്യമായ തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അന്ന് മുതലാണ് പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ തിരിച്ചറിവും പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ ആർക്കും അവിടെ കൊള്ളക്കാരനാ, തട്ടിപ്പ് വീരാ, മാഫിയ തലവാന്ന് വിളിക്കാനുള്ള സൗകര്യം കിട്ടിയില്ലായിരുന്നെങ്കിലോ കൃത്യമായ രേഖകൾ സഹിതമാണ് അത് പുറത്തുവിട്ടത്. അത് കൃത്യമായ രേഖ അതുകൊണ്ടാണല്ലോ CBI അദ്ദേഹത്തെ പ്രതിയാക്കിയത്. പിന്നെ ടെക്നിക്കൽ കാര്യം പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹം ഡിസ്ചാർജ് പെറ്റീഷൻ മറ്റേ കൊടുത്തത്. അപ്പൊ എന്തായാലും അദ്ദേഹം കള്ളനും തട്ടിപ്പുകാരനാണെന്ന് ലോകത്തിന് മുഴുവൻ അറിയാം. അത് അല്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു പോരാട്ട നായകനാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായിരുന്നെങ്കിൽ പാർട്ടി തകരില്ല. പ്രതിപക്ഷത്ത് വന്നാൽ പോലും പാർട്ടി ശക്തമായി നിലനിൽക്കുമായിരുന്നു. കള്ളനും കൊള്ളക്കാരും തട്ടിപ്പുകാരനുമായ ഒരാൾ നേതൃത്വം ഇരിക്കുമ്പോൾ അദ്ദേഹം ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. BJP ഗവൺമെന്റ് വെറുതെ ഇരിക്കല്ല. പിണറായി വിജയനങ്ങളുടെ ഗുണമില്ലെങ്കിൽ ആർക്ക് വേണം പിണറായി വിജയൻ? കോൺഗ്രസ് വിമുക്ത ഭാരതം എന്നതിന് വേണ്ടിയിട്ടാണല്ലോ, കേരളത്തിൽ കോൺഗ്രസ് വളരാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ രാഷ്ട്രീയ നേതാവിനെ BJP ഇങ്ങനെ തടുത്തു പിടിച്ചുകൊണ്ട് നിന്നിരുന്നത്. അപ്പോൾ കോൺഗ്രസ് ആണ് കേരളത്തിൽ ഭരണത്തിൽ വരുന്നെങ്കിൽ അവരുടെ ഉദ്ദേശം നടപ്പാകുന്നില്ല, പിണറായി വിജയനെ പിന്നെ അവർ വീണ്ടും കൂട്ടുപിടിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയല്ലേ? അല്ല, 100% അതാണ്. വേണമെങ്കിൽ പിണറായി വിജയനെ കൂട്ടിയിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ബാക്കി കൂടുതലുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തി BJP ചേർക്കും. അതായിരിക്കും BJP ചെയ്യുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏത് മാർഗം ഉപയോഗിച്ചിട്ടും BJP വളർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണല്ലോ പിണറായി വിജയൻ ഇത്രയും കാലം കൂടെ നിർത്തിയത്. ആ പിണറായി വിജയൻ കൊള്ളില്ല എന്നാണ് പിടിച്ച അകത്തായി കൂട്ടിക്കയറിക്കോ, ബാക്കിയുള്ളവർ ആരെയും കയറണ്ടെങ്കിൽ BJP കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ പാർട്ടി വളർത്താൻ ശ്രമിക്കുക. അവർ ഏത് വിധേനെങ്കിലും പാർട്ടി വളർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് ഏതും വളഞ്ഞ വഴി അവർ സ്വീകരിക്കും എന്നുള്ളതുകൊണ്ടാണ് പിണറായി വിജയനെ ഇത്രയും കാലം സംരക്ഷിച്ചത്. ഇനി അത് കഴിഞ്ഞാൽ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. പിണറായി വിജയൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അകത്താക്കി ബാക്കിയുള്ളവരെ കൂട്ടുകയറ്റും, BJP കൊണ്ടുപോകും. എന്തായാലും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM തോൽക്കുകയാണെങ്കിൽ നിർണായകം തന്നെയായിരിക്കും. അത് CPM-ന് മാത്രമല്ല, CPM-ന് ഇന്നവരെ കൈവെള്ളയിലും CPM-നെ പാർട്ടിയെയും ഭരണത്തെയും കൊണ്ടുവരുന്ന പിണറായി വിജയനും വളരെ നിർണായകം തന്നെയായിരിക്കും എന്നാണ് ഒരു
പ്രമുഖ മുതിർന്ന മാധ്യമപ്രവർത്തനായ ശ്രീ ടി.പി. നന്ദകുമാർ സാറിൻ്റെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക, എന്തായാലും മെയ് 4-ാം തീയതി ഒരു 10 മണിക്ക് ശേഷം നമുക്കിതിൻ്റെ കൃത്യമായൊരു ചിത്രം അറിയാൻ സാധിക്കും. അതുവരെ നമുക്കും കാത്തിരിക്കുക. നമസ്കാരം സാർ. നമസ്കാരം.